ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആപ്പിൾ ഉപ്പിലിട്ടതാണ്. ഇതുപോലൊരു ഉപ്പിലിട്ടത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ ആപ്പിൾ ഉപ്പിലിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ 3 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എടുക്കുന്ന കുപ്പി ഇട്ട് വെക്കുന്ന കുപ്പി വലുതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ആപ്പിൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് എത്ര കഴിച്ചാലും മതിയാവില്ല, അപ്പോൾ എത്ര ആപ്പിൾ എടുത്താലും തികയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുപ്പി ചെറുതായതുകൊണ്ട് ഒരു 3 ആപ്പിളാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ആപ്പിളൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുക. കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ നടു കട്ട് ചെയ്യുക. നടു കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഭാഗങ്ങളില്ലേ, ആ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആ കുരുവിൻ്റെ ഭാഗം, ആ വേരിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വാഷ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് സ്ലൈസ് ആക്കിയിട്ട് ഇത് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കുരുകളൊക്കെ എല്ലാം ക്ലീനാക്കി ഇതൊന്നുകൂടി വാഷ് ചെയ്ത് അതിനുശേഷം നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അധികം തിന്നാക്കരുത്, കുറച്ച് മീഡിയം സൈസിലാക്കിയിട്ട് എന്നാൽ ഒരുപാട് കട്ടി ആക്കണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് തിന്നാക്കിയാൽ നമ്മൾ അതിൽ കുപ്പിയിലൊക്കെ ഇട്ടുമ്പോൾ അത് ആപ്പിളിങ്ങനെ പൊട്ടി പോവും. അപ്പോൾ കുറച്ച് ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബൗളിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും ആദ്യം കട്ട് ചെയ്തൊക്കെ കളറ് മാറി വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത അപ്പം തന്നെ ഈ പച്ചവെള്ളം, സാധാ പച്ചവെള്ളം, ചൂടുന്നല്ല, സാധാ നമ്മൾ നോർമൽ പച്ചവെള്ളത്തിൽ ഇതിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ കട്ട് ചെയ്യും തോറും അത് അവിടെ ഇടുന്നോളും, ഒരു കളറൊന്നും മാറില്ല. അതിനാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ആപ്പിളുകൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ആപ്പിൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ, നോർമൽ പച്ചവെള്ളം. ഇതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ലാസ്റ്റ് വരെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും ആദ്യം കട്ട് ചെയ്ത് വെച്ചൊക്കെ ചിലപ്പോൾ ആപ്പിളല്ല പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ അതിനാണ് കളറ് മാറാതിരിക്കാനാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 ആപ്പിളിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് വെറുതെ അങ്ങനെ അമർത്തി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മൾ ഉപ്പിലിടുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സ്ലൈസാക്കി അരിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതാ ഈ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. നല്ല എരിവുള്ള മുളക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നല്ല കാന്താരി മുളകും അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിട്ടാലും നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് അധികം എരിവൊന്നും ഇല്ലാത്ത നോർമൽ ഒരു പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും ഉപ്പിലിട്ട നല്ല ടേസ്റ്റാണ്. നമുക്ക് ഷവർമ്മൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സലാഡ് കിട്ടും ഇതുപോലെ ഉപ്പിലിട്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ മുളക് ഇടും കേട്ടോ. കട്ട് ചെയ്യാതെ തന്നെ ഒന്നാകെ ഉപ്പിലിട്ടത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഷവർമ്മയുടെ മേലെ അങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മുളക് മാത്രം ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം എരിവില്ലാത്ത വലിയ മുളക് ഉണ്ടാവുമല്ലോ, അത് ഉപ്പിലിട്ടത്. അപ്പോൾ ഞാനതാ 3ാമത്തെയും അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ മുളകൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതാ ആപ്പിളിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, അത് ഇതുപോലത്തെ കളറ് ഇളവാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ചൂടാക്കണം. നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ള വെള്ളം ചൂടാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആപ്പിൾ എത്ര എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എത്ര വലിയ ബോട്ടിലാണ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ 3 ആപ്പിളല്ല, കുപ്പിയും ചെറുതാണ്, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഇട്ട് കൊടുത്തത് ഉപ്പാണ്, അത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം വല്ലാതെ തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് ഇതായാൽ മതി. എന്നിട്ട് ഈ ചൂടാറിയതിന് ശേഷം മാത്രം വേണം കേട്ടോ വെള്ളം നമ്മൾ ആ കുപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ചൂടെടുക്കാൻ ഒഴിക്കരുത്, ചൂടാറിയതിന് ശേഷം ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ചൂടാക്കി തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇതാ ആപ്പിളൊക്കെ നമ്മളെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കുപ്പി ചെറുതായതുകൊണ്ടാണ് ഞാൻ അത്ര ആപ്പിൾ എടുത്തത് കേട്ടോ. ഇത് ഒറ്റയടിക്ക് കഴിക്കാൻ ഉള്ളതേ ഉണ്ടാവുള്ളൂ, ഈ ചെറിയ കുപ്പിയുള്ളതാണെങ്കിൽ നമ്മൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഇട്ടാൽ മതി തോന്നും. അപ്പോൾ വലിയ കുപ്പി തന്നെ എടുക്കുക കേട്ടോ. അതിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ വലുതുണ്ട്, പക്ഷേ പ്ലാസ്റ്റിക്കിൽ വേണ്ട വെച്ചിട്ടാണ് നമ്മളെപ്പോഴും അച്ചാറും ഇതുപോലെ കുപ്പിലിട്ട് ഇടുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഇടണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ബോട്ടിൽ എടുത്തത്. പ്ലാസ്റ്റിക് ആണെങ്കിൽ വലുതുണ്ട്, പക്ഷേ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇടാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആപ്പിളൊക്കെ നമ്മൾ ആപ്പിളൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയില്ലേ, ആ വെളുത്തുള്ളിയും പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ ആദ്യമേ ഇട്ട് ഒരുപാട് കൂടുണ്ടാകും. അപ്പോൾ വെള്ളത്തിൽ കുറച്ചിട്ട് കൊടുത്ത് പിന്നെ ഇതിൽ കുറവാണെങ്കിൽ പിന്നെ അതിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുളകും എല്ലാം അതിലേക്ക് ഇട്ട് മുളകൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഓരോ ഭാഗത്തേക്കും മുളക് ഇങ്ങനെ എത്തുന്ന രീതിയിൽ സ്പൂൺ വെച്ചതാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ചൂടാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് സുർക്കയാണ് കേട്ടോ. ആ സുർക്ക ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. സുർക്ക ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉപ്പിലിട്ടത് ഇപ്പോൾ 1 ദിവസം 2 ദിവസം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഉണ്ടാക്കിയതിൻ്റെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉപ്പ് നോക്കിയപ്പോൾ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടല്ലെങ്കിൽ നമുക്ക് ആ ബോട്ടിലൊന്ന് അടച്ചതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങനെ കുലുക്കി കൊടുത്താൽ തന്നെ സെറ്റാവും. എന്നിട്ട് ഇത് 2-3 മണിക്കൂറിന് ശേഷം എടുത്ത് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കട്ടെ. അത്രയും ടേസ്റ്റ് വേറെ ഉപ്പിലിട്ടത് കിട്ടില്ല. അപ്പോൾ ആപ്പിൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്താൽ കഴിക്കും. അതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും. ഞാൻ ഈ ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് അവർ 2-3 മണിക്കൂർ ശേഷം കഴിച്ച് അതിന് ശേഷം പിന്നെയും ഞാൻ കുറച്ച് ആപ്പിൾ പിന്നെയും ആ സെയിം വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും 2ാമത്തെ ട്രിപ്പ് ആക്കി വെച്ചിട്ട് അപ്പോൾ അതിന് ഉപ്പും പുളിയും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വലിയൊരു ബോട്ടിൽ തന്നെ ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.